ഡൽഹിയിൽ 3 നില കെട്ടിടം തകർന്നു. സിലംപൂരിലാണ് അപകടമുണ്ടായത്. 7 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. 3 പേർക്കായി തിരച്ചിൽ നടക്കുന്നു എന്നാണ് വിവരം. അർജുൻ പീതാംബരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, ഈ കെട്ടിടം തകർന്നത് എപ്പോഴായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്? ആളുകൾക്ക് പരിക്കുണ്ടോ? മറ്റു വിവരങ്ങൾ എന്താണ്? ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയായിരുന്നു ഈ സീലംപൂരിലെ വെൽക്കം എന്ന് പറയുന്ന പ്രദേശത്ത് ഇത്തരത്തിലൊരു 3 നില കെട്ടിടം, അത് ആളുകൾ താമസിക്കുന്ന കെട്ടിടമായിരുന്നു, അത് തകർന്നു വീണത്. എന്താണ് കാരണമെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. അതിലൊരു കുടുംബം തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. അതിൽ 7 പേരെ ഇപ്പോൾ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ 7 പേർക്കും ചെറിയ പരുക്കുകളുണ്ട്. അവർക്ക് പക്ഷേ വേണ്ട എല്ലാ ചികിത്സയും നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ പോലീസുകാർ നൽകുന്ന വിവരം. 3-4 പേർ ഇപ്പോഴും ഈ കെട്ടിടത്തിനകത്ത് ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ അകപ്പെട്ട് കിടക്കുന്നു എന്നുള്ള കാര്യം കൂടിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇക്കാര്യം കൂടി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവരെ പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്ര ശ്രമമാണ് ഇപ്പോൾ ഈ 5-ാം നമ്പർ ഗലി, വെൽക്കം എന്ന് പറയുന്ന പ്രദേശത്തുള്ള ജനതാ കോളനിയാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അവിടെയുള്ള 5-ാം നമ്പർ ഗലിയിലാണ് ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതും. നാട്ടുകാർ സജീവമായി തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഇപ്പോൾ ഭാഗമാകുന്നുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് പോലീസ് അറിയിക്കുന്നത്. 9 സംഘ ഫയർഫോഴ്സും പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. ഇവരെല്ലാവരും തന്നെ ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ അകപ്പെട്ടിട്ടുള്ള 3-4 ആളുകൾക്ക് വേണ്ടി ഇപ്പോഴും അവരെ തേടിയിട്ടുള്ള ആ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ 7:30 തന്നെ പോലീസിനും ഫയർഫോഴ്സിനും വിവരം ലഭിച്ചു. അതിന് പിന്നാലെ അവർ ഈ പ്രദേശത്തേക്ക് എത്തി. പക്ഷേ ഒരുപാട് ആളുകൾക്ക് ഈ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി അകത്തേക്ക് ഫയർഫോഴ്സിൻ്റെ സാമഗ്രികളൊക്കെ കൊണ്ടുവരുന്നതിന് തടസ്സമുണ്ട്. കാരണം വളരെ ഇടുങ്ങിയിട്ടുള്ള ഒരു ഇടനാഴിയാണ്. ആ ഇടനാഴിയിലൂടെ വേണം ഈ തകർന്ന കെട്ടിടത്തിൻ്റെ ആ ഭാഗത്തേക്ക് പോകാനായിട്ട്. മാത്രമല്ല ഒരുപാട് വീടുകൾ നിലകൊള്ളുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ 3 നില കെട്ടിടം തന്നെ. അതിൻ്റെ ഒരു ഭാഗം തകർന്ന് മറ്റൊരു വീടിൻ്റെ മുകളിലേക്കാണ് പല ഭാഗങ്ങളും പതിച്ചത്. പക്ഷേ അടുത്ത വീട്ടുകാരിലെ ആളുകൾക്കൊന്നും തന്നെ പരിക്കുകളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം.